ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വചനഭാഗം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഉപവാസ കാലയളവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ പീഡാസഹന മരണ ഉയർപ്പിൻ്റെ ആ സ്മരണ ആഘോഷിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഇന്ന് വിശ്വാസികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ഉപവാസത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. എല്ലാ മതവിശ്വാസങ്ങളിലും ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവയുണ്ട്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം ഉപവാസത്തെ കാണേണ്ടതെന്നും എങ്ങനെയാണ് ഉപവാസം അനുഷ്ഠിക്കേണ്ടതെന്നും ദൈവവചനത്തിലൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. വ്യത്യസ്തങ്ങളായ രീതിയിൽ ഉപവാസം ആചരിക്കുന്നവരുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. റോമൻ കലണ്ടർ അനുസരിച്ച് റോമൻ കത്തോലിക്ക സഭയിൽ 40 നോമ്പും പൗരസ്ത്യ സഭകൾ 50 നോമ്പുമൊക്കെ ഈ കാലയളവിൽ ആഘോഷിക്കുന്നുണ്ട്. 40 നോമ്പിൻ്റെ അടിസ്ഥാനമായിട്ട് ചില സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. നോഹയും കുടുംബവും 40 ദിനരാത്രങ്ങളിൽ പേടകത്തിൽ ഉണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മോശ 40 ദിവസം മരുഭൂമിയിൽ ദൈവത്തോടൊപ്പം മലയിൽ ഉപവസിച്ച് പ്രാർത്ഥനയിലായിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28 കാണുന്നുണ്ട്. മോശ പകലും രാത്രിയും കർത്താവിനോടൊത്ത് 40 ദിനരാത്രങ്ങൾ ചിലവഴിച്ചു. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ 40 വർഷം യാത്ര ചെയ്തു. അതോടൊപ്പം തന്നെ ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്ത് സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് ഈശോയെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുകയും 40 ദിനരാത്രങ്ങൾ ഈശോ പ്രാർത്ഥനയിലും ഉപവാസത്തിലും മരുഭൂമിയിൽ ചിലവഴിക്കുകയും ചെയ്തുവെന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വീണ്ടും നമ്മൾ യോനായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 4 യോന നഗരത്തിൽ കടന്ന്, നീനവേ നഗരത്തിൽ കടന്ന് ഒരു ദിവസം വഴി കടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40-ാം ദിവസം കഴിയുമ്പോൾ നീനവേ നശിപ്പിക്കപ്പെടും. ഉടനെ തന്നെ അവിടെ നീനവേ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 8 മനുഷ്യനും മൃഗവും കന്നുകാലിയും ആടോ ഒന്നും ഭക്ഷിക്കരുത്, അവ മേയുകയോ വെള്ളം കുടിക്കുകയരുത്. മനുഷ്യനും മൃഗവും ചാക്ക് വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയട്ടെ. പ്രിയമുള്ളവരെ, ഉപവാസവും ദാനധർമ്മവും പ്രാർത്ഥനയുമൊക്കെ അക്രമങ്ങളിൽ നിന്ന്, ദുർവാസനകളിൽ നിന്നൊക്കെ പിന്തിരിയുവാനായിട്ട് സഹായിക്കുമ്പോഴാണ് അവിടെ ദൈവികമായ അനുഗ്രഹം കടന്നു വരുന്നത്. 40 ദിവസം കഴിയുമ്പോൾ നിനവേ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞത് പ്രവാചകനിലൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവും അവിടെയുള്ള എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഉപവാസത്തിൻ്റെ പരിണിത ഫലം എന്താണ്? യോനയുടെ പുസ്തകം 3-ാം അധ്യായം 10 നമ്മൾ കാണുന്നു, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇതുപോലെ വീണ്ടും മറ്റൊരു സംഭവം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണും. എസ്തേറിൻ്റെ പുസ്തകം 5-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും 12-ാം മാസം ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശഹത്യ വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു. പ്രിയമുള്ളവരെ, ഈ സമയത്ത് എസ്തേർ രാജ്ഞി ഉപവസിക്കുകയാണ്. അവളുടെ ഉപവാസം എങ്ങനെയാണ്? എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12 നമ്മൾ കാണുന്നുണ്ട്. അവൾ വസ്ത്ര ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ
സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി. ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി അലങ്കരിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. പ്രിയമുള്ളവരെ, എസ്തേറിൻ്റെ ഈ ഉപവാസവും അവളുടെ നയപരമായ ഇടപെടലുകളും ഈ ഇസ്രായേൽ ജനത്തെ ആ രാജാവിൻ്റെ കൽപ്പനയിൽ നിന്ന്, ആ തിന്മകളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടിടയായി. ഓരോ ഉപവാസവും നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. വീണ്ടും നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 8 ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടു കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സങ്കീർത്തനം 109:24 പറയുന്നു, ഉപവാസം കൊണ്ട് എൻ്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു, ഞാൻ എല്ലും തോലുമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉപവാസത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞ് ശരിയായ ഉപവാസം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുകയാണെങ്കിൽ ദൈവീകമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ലൂക്കയുടെ സുവിശേഷത്തിലും ഉപവസിക്കുന്ന ഒരു വിധവയെ കണ്ടുമുട്ടുന്നുണ്ട് നമ്മൾ. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 37 84 വയസ്സുള്ള വിധവ അന്ന ദേവാലയം വിട്ടുപോകാതെ അവൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞു. അതിൻ്റെ പരിണിതഫലം എന്താണ്? രക്ഷകനെ കാണുവാനായിട്ട് അവൾക്ക് സാധിച്ചു. യഥാർത്ഥ ഉപവാസം നമ്മുടെ ജീവിതങ്ങളിൽ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ഇപ്രകാരം പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്യുകയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവേർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമല്ല വസ്ത്രമാണ് കീറേണ്ടത്, നിങ്ങളുടെ ദൈവമാണ്, കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവിൻ. പ്രിയമുള്ളവരെ, കർത്താവിലേക്ക് മടങ്ങി വരുവാനായിട്ടാണ് ഉപവാസം ലക്ഷ്യം വയ്ക്കുന്നതെന്ന് തിരിച്ചറിയണം. ഇപ്പോൾ നോമ്പ് സമയത്തൊക്കെ പലരും 50 ദിവസം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ, രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മാറ്റിവെക്കും. ചിലർ ഇറച്ചിയും മുട്ടയൊന്നും കൂട്ടില്ല. അതുപോലെ തന്നെ ചില മദ്യപാനികൾ ഈ 50 ദിവസം അല്ലെങ്കിൽ ഈ 40 ദിവസം മദ്യം കുടിക്കുകയില്ല. എന്നാൽ അതിനുശേഷം നടക്കുന്ന ഇവരുടെ ജീവിതത്തിലെ മനോഭാവങ്ങൾ, നിലപാടുകൾ തിരിച്ചറിയണം. ഈ 40 ദിവസം 50 ദിവസം മദ്യപിക്കാതെ ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വർജിച്ച് ജീവിച്ച ജീവിതങ്ങൾ ഉയർപ്പിൻ്റെ തിരുനാൾ കഴിയുമ്പോൾ ആ രാത്രിയിൽ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം കുടിക്കാതിരുന്ന വ്യക്തി അതിൽ കൂടുതൽ തീഷ്ണതയോടെ കുടിച്ച് ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ അവൻ്റെ ഉപവാസത്തിന് എന്തർത്ഥമിരിക്കുന്നു? നിൻ്റെ ഉപവാസത്തിന് എന്തർത്ഥമിരിക്കുന്നു? ദൈവത്തോട് ഐക്യപ്പെടേണ്ടതിനാണ് ഉപവസിക്കുന്നത്. നിൻ്റെ ഈ 40 ദിവസത്തെ 50 ദിവസത്തെ ഉപവാസം കൊണ്ട് ദൈവത്തോട് ഐക്യപ്പെടുവാൻ സാധിച്ചോ എന്നാണ് ഈ ഉപവാസം കഴിയുമ്പോൾ ചോദിക്കേണ്ടത്. ഉപവാസത്തിന് ശേഷം നമ്മൾ വീണ്ടും മോശമായ തലത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഉപവാസം കൊണ്ട് ഒരനുഗ്രഹവും സംഭവിക്കുകയില്ല. ഒരു സഹോദരൻ അടുത്ത സമയത്ത് പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ 40 ദിവസം കഷ്ടപ്പെട്ട് മദ്യപിക്കാതെയൊക്കെ ഞാൻ പിടിച്ചു നിൽക്കുകയാണ്, 40 ദിവസം കഴിയുമ്പോൾ ഈസ്റ്ററൊക്കെ ആഘോഷിക്കുമ്പോൾ ചെറുതായിട്ടൊന്നൊക്കെ കുടിക്കേണ്ടിയൊക്കെ വരും. എന്ത് ഉപവാസമാണ് ഈ വ്യക്തി ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, 40 ദിവസം കഷ്ടപ്പെട്ട് കാത്തിരുന്നിട്ട് ആ 40 ദിവസം കഴിയുമ്പോൾ, ഉപവാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ സ്വഭാവം തന്നെ, തിന്മകൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപവസിക്കുന്നത് വെറുതെയാണ്. നമ്മുടെ ഉപവാസം കൊണ്ട് ഒരു അനുഗ്രഹവും നമുക്ക് ലഭിക്കില്ല. ഇന്ന് പലരും ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകും, ദാനധർമ്മം ചെയ്യും, ഉപവസിക്കും. എന്നിട്ടും അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഐശ്വര്യവും അനുഗ്രഹവും ദൈവിക സമാധാനവും അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ വസ്ത്രം മാത്രം കീറും, ഹൃദയം കീറാനായിട്ട് മടിയ. ബാഹ്യമായ ഒരു ആചാരാനുഷ്ഠാനം പോലെ ഉപവാസത്തെ അവർ ആചരിക്കും, പക്ഷേ ഹൃദയത്തിൽ പരിവർത്തനമില്ല. ഹൃദയത്തോട് ചേർത്ത് വെച്ചുള്ള പരിവർത്തനമാണ്, ഉപവാസമാണ് ദൈവം അനുഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയണം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ 3 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ശരിയായ ഉപവാസം എന്താണെന്ന് പറയുന്നുണ്ട്. നമ്മൾ കാണിക്കുന്ന ഉപവാസങ്ങൾ വെറുപ്പിനും വിദ്വേഷത്തിനും മുഷ്ടി ചുരുട്ടാനും അതുപോലെ തന്നെ നമ്മളെ തന്നെ അലങ്കരിക്കുവാനുമൊക്കെ ആയിട്ടാണെങ്കിൽ ആ ഉപവാസം കൊണ്ട് അർത്ഥമില്ല എന്ന് പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്. ശരിയായ ഉപവാസം എന്താണ്? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുന്നതാണ് ഉപവാസം.
നിൻ്റെ ഉള്ളിലെ ദുഷ്ടതയുണ്ടോ? മറ്റുള്ളവരുടെ വളർച്ചയെ നീ തടസ്സപ്പെടുത്തുന്നുണ്ടോ? അവർക്കെതിരെ പരദൂഷണവും കുറ്റം പറച്ചിലും പറയുന്ന സ്വഭാവമാണോ? അത് നീ ഉപേക്ഷിക്കുമ്പോൾ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുമ്പോൾ നിൻ്റെ ഉപവാസത്തിന് അനുഗ്രഹമുണ്ടാകും. നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുന്നതാണ് ഉപവാസം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഭാരം കൊടുത്തിട്ട്, വേദന കൊടുത്തിട്ട് ഞാൻ ഉപവസിക്കുന്നവനാണ് എന്ന് അഭിമാനിച്ചാൽ അതുകൊണ്ട് ഒരു നേട്ടവും നമുക്ക് ലഭിക്കുകയില്ല എന്ന് തിരിച്ചറിയണം. പ്രവാചകനിലൂടെ വീണ്ടും പറയുകയാണ്, മർദ്ദിതരെ സ്വതന്ത്രമാക്കുന്നതാണ് ഉപവാസം. മർദ്ദിതരെ സ്വതന്ത്രമാക്കണം. നിൻ്റെ കൺമുമ്പിൽ ആരെങ്കിലുമൊക്കെ സ്വാർത്ഥത മൂലം മറ്റുള്ളവരെ മർദ്ദിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ സ്വതന്ത്രരാക്കുവാനായിട്ട് കഴിയുമ്പോൾ നീ അതാണ് യഥാർത്ഥ ഉപവാസം. അല്ലാതെ ഇറച്ചിയും മത്സ്യവും ഒക്കെ ഉപേക്ഷിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉപവാസമല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ഉപവാസമെന്ന് തിരിച്ചറിയണം. എല്ലാ മതവിശ്വാസങ്ങളിലും ഉപവസിക്കുന്നുണ്ട്. പലരും അവരുടേതായിട്ടുള്ള രീതിയിൽ ദീർഘനാൾ ഭക്ഷണം പോലും കഴിക്കാതെ ഉപവസിച്ച് ജീവിക്കുന്നവരുണ്ട്. പല മതവിശ്വാസങ്ങളിൽ ജീവിക്കുന്നവർ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഉപവാസത്തെ കാണുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തി എപ്രകാരം ഉപവസിക്കണമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. വചനമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുന്നതാണ് ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കണം. ഈ 40 ദിവസം 50 ദിവസം നീ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ആ ലാഭം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് കഴിയണം. പാവപ്പെട്ടവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. നീ ഇറച്ചിയും മുട്ടയും മത്സ്യവും ഉപേക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു നല്ല ഭക്ഷണം, രുചികരമായി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന പാവപ്പെട്ടവർക്ക് നീ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ ആ ഉപവാസത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നീ അനുഗ്രഹിക്കപ്പെടുകയാണ്. വീണ്ടും പറയുകയാണ്, സ്വന്തക്കാരിൽ നിന്ന് അകന്നു മാറാതിരിക്കുന്നതാണ് ഉപവാസം. യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഭക്ഷണം മാറ്റി വയ്ക്കുന്നതും നമ്മൾക്ക് ഇഷ്ടകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതുമൊക്കെ എന്തിനു വേണ്ടിയാ? യഥാർത്ഥത്തിൽ നീതിയുടെ ജീവിതം നയിക്കാൻ വേണ്ടിയാ. നമ്മൾ ഉപവസിച്ചിട്ട് നീതിയുടെ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഉപവാസത്തിൽ എന്തോ കുറവുണ്ട്. ഇറച്ചിയും മത്സ്യവും ഒക്കെ നീ കഴിച്ചു ആ ഉപവാസ നാളിൽ ഇത് കഴിച്ചാലും നീ നിൻ്റെ കുടുംബത്തിലുള്ളവരെ ക്ഷമിച്ച് സ്നേഹിച്ച് കരുതുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ഉപവാസം. അതിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചില ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കുന്നത്. എന്നാൽ മൂഢനായ മനുഷ്യൻ എന്താണ്? ദൈവത്തെ ബാഹ്യമായ രീതിയിൽ ഏതെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് കരുതുന്നത് കൊണ്ട് ഹൃദയപരിവർത്തനത്തിന് അവൻ തയ്യാറാകുന്നില്ല. ഈ നോമ്പ് ആചരണത്തിൽ ഹൃദയമാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയമാണ് കീറേണ്ടത്. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെയൊക്കെ തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നീ ശരിയായ ഉപവാസത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് പലരും അവരുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ഉപവസിക്കും. പക്ഷേ വ്യക്തിബന്ധങ്ങളിൽ ക്ഷമിക്കാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല. വർഷങ്ങളായിട്ട് മാറി പിണങ്ങി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ ഒരു ഐക്യം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലാതെ പഴയതുപോലെ ജീവിച്ചു പോവുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഉപവാസം കൊണ്ട് നമുക്ക് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് പറ്റുകയില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4 പറയുകയാണ്, അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ട് ക്രിസ്തു മരിച്ച ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിന് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. പുതിയ ജീവിതത്തിലേക്ക് നയിക്കാനാണ് ഉപവാസം ലക്ഷ്യം വയ്ക്കുന്നത്. യേശുവിൻ്റെ പീഡാസഹന മരണ ഉയർപ്പൊക്കെ നമ്മൾ ഈ കാലയളവിൽ ആചരിക്കുമ്പോൾ അത് മനസ്സിലാക്കി അതിനെ ഓർത്ത് ധ്യാനിക്കുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ മാറണം. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വെച്ച് സംസാരിക്കുന്ന മനോഭാവമാണെങ്കിൽ അതെല്ലാം മാറ്റി ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും വിട്ടുകൊടുക്കാനും കഴിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് അവൻ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറണം. അപ്പോഴാണ് നമ്മുടെ ഉപവാസം അനുഗ്രഹമായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, പുതിയ സൃഷ്ടിയാവുക ഉപവാസത്തിലൂടെ. ഇത്രയും വർഷക്കാലം നിങ്ങൾ ഉപവസിച്ചിട്ടുണ്ട്. ഈ ശാലോം ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ തിരുവചനം നീ ശ്രവിക്കുമ്പോൾ നീ നിന്നോട് തന്നെ ചോദിക്കുക, നീ ഉപവസിക്കുന്ന വ്യക്തിയാണ്. നിൻ്റെ വയസ്സിൽ കഴിഞ്ഞ നാളുകളിൽ ഓരോ വർഷവും നീ പല പ്രാവശ്യം നീ ഉപവസിച്ചിട്ടുണ്ട്. നിൻ്റെ ഉപവാസം നിന്നെ നവീകരിച്ചിട്ടുണ്ടോ? നിന്നെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? നിൻ്റെ ഹൃദയത്തിൽ പരിവർത്തനം വരുത്തിയിട്ടുണ്ടോ? മറ്റുള്ളവരെ കരുതാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും നിനക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്പോഴും നിൻ്റെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും അശുദ്ധിയും നിറച്ചു വെച്ചിട്ട്
കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖം മ്ലാനമാക്കി ഉപവസിക്കുന്നുവെന്ന് മറ്റുള്ളവരെ കാണാനായിട്ടുള്ള മനോഭാവത്തോടെ ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ അത് യേശു ആഗ്രഹിക്കുന്ന ഉപവാസമല്ല. യേശു ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായുള്ള വ്യക്തിബന്ധത്തിൽ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുക. സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതാണ് ഉപവാസം. മറ്റുള്ളവരെ കരുതുന്നതാണ് യഥാർത്ഥ ഉപവാസം. ജീവിത പങ്കാളിക്ക് നിന്നെ തന്നെ കൊടുക്കുവാനും നിന്നിലൂടെ ആ സ്നേഹം ജീവിത പങ്കാളി അനുഭവിക്കാനും കഴിയുമ്പോൾ നീ യഥാർത്ഥത്തിൽ ശരിയായ ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ്. ജീവിത പങ്കാളിയെ തള്ളി പറഞ്ഞുകൊണ്ട്, ജീവിത പങ്കാളിയെ വിഷമിപ്പിച്ചുകൊണ്ട്, ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നു നിന്നിട്ട് ഒരു ഉപവാസം നടത്തിയിട്ട് ഒരർത്ഥവുമില്ല. ഉപവാസം നടത്തണം, നല്ലതാണ്. ഉപവാസം നടത്തുന്നത് എന്തിനു വേണ്ടിയാ? ജീവിത പങ്കാളിയുമായി ഐക്യപ്പെടാനായിട്ട് അത് സാധിക്കണം. മക്കളുമായിട്ട്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഐക്യത കൊണ്ടുവരുവാനായിട്ട് നിൻ്റെ ഈ ഉപവാസം നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഉപവസിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവസാന നാളുകളിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട്, കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി ഉപവസിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഈശോ പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. പ്രിയമുള്ളവരെ, അനീതിയിൽ നിറഞ്ഞ ജീവിതം നയിച്ച് ഉപവസിക്കുന്ന ഉപവാസങ്ങളൊന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയില്ല. മറ്റുള്ളവരെ വെട്ടിച്ച് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് തട്ടിയെടുത്ത് സ്വന്തം സുഖത്തിന് വേണ്ടി സ്വരൂപിച്ച് കൂട്ടിവെച്ചിട്ട് നമ്മൾ ഉപവസിക്കുന്നുവെന്ന് പറഞ്ഞാൽ ആ ഉപവാസം അനുഗ്രഹമാവുകയില്ല. നമ്മുടെ ഉപവാസം അനുഗ്രഹമാകണമെങ്കിൽ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകണം. ഹൃദയത്തിൽ ജഡികമായ ചിന്തകൾ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ആസക്തികൾ, ഇതെല്ലാം എടുത്തു മാറ്റാൻ വേണ്ടിയാണ് അനുദിനം നമ്മൾ ഉപവസിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഒരു 40 ദിവസത്തെ ഉപവാസത്തിൽ ഒതുങ്ങുന്നതല്ല ജീവിതം. 50 ദിവസത്തെ ഉപവാസം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും വേറെ തലത്തിലേക്ക് വിടാനുള്ളതല്ല. ഈ ഉപവാസ ദിനങ്ങളിൽ നീ എത്രത്തോളം നിൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നുവോ അതുപോലെ നിൻ്റെ വ്യക്തിബന്ധങ്ങളിൽ ഒരു നിയന്ത്രണവും സ്നേഹവും കടന്നു വരാനായിട്ട് തയ്യാറാകണം. അപ്പോൾ നമ്മുടെ ഉപവാസങ്ങൾ അനുഗ്രഹമായിട്ട് മാറും. ഉപവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ അവർ ഉപവാസത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവരാണ്. അവർ തങ്ങളെ തന്നെ നിയന്ത്രിക്കുവാനായിട്ട്, സ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ടൊക്കെ അവർ ഉപവസിച്ചിരുന്നു. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഉപവാസവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കാണാനായിട്ട് സാധിക്കും. അസീസിയിലെ ഫ്രാൻസിസും സഹോദരങ്ങളുമെല്ലാം ഉപവസിക്കുകയാണ്. ഉപവസിച്ചുകൊണ്ടിരുന്ന ദിവസം ആ രാത്രിയിൽ അവർ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം അടുത്ത ദിവസമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അപ്പോൾ രാത്രിയിലായപ്പോൾ ഒരു സഹോദരന് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് വല്ലാത്ത ആ വിശപ്പ് അനുഭവപ്പെട്ട് അദ്ദേഹം കരയാനായിട്ട് തുടങ്ങി. കാരണം മറ്റുള്ളവരൊക്കെ ഉപവസിക്കുക, എല്ലാവരും ഉപവസിക്കുമ്പോൾ ഈ സഹോദരനും ഉപവസിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ സഹോദരന് ഉപവാസം ഏറ്റെടുത്തു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയും അസ്വസ്ഥതകളുമൊക്കെ ഉപവാസത്തെ ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്തൊരവസ്ഥയായി. രാത്രി അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ വയറു വിശന്ന് വേദന സഹിക്കാതെ കരയാനായിട്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഈ ഒച്ചപ്പാട് കേട്ടപ്പോൾ അടുത്തുള്ള സഹോദരങ്ങളൊക്കെ, എടാ മിണ്ടാതെ കിടക്കടാ, നിനക്ക് ഉപവസിക്കാൻ താല്പര്യമില്ലേ? നീ ഉപവാസത്തോട് എന്താ ഇങ്ങനെ പെരുമാറുന്നത്? നാളെ രാവിലെ ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റൂ, അതുകൊണ്ട് നീ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, അസീസിലെ ഫ്രാൻസിസ് ഈ ബ്രദറിൻ്റെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ കരയുന്ന ബ്രദറിൻ്റെ ശബ്ദം കേട്ട് ഫ്രാൻസിസ് ഉടനെ എഴുന്നേറ്റ് ഈ സഹോദരന് വേണ്ടി കിച്ചണിൽ കയറുകയാണ്. അടുക്കളയിൽ കയറിയിട്ട് സൂപ്പ് ഉണ്ടാക്കുകയാണ്. ഉപവാസത്തിൻ്റെ ദിവസം ഫ്രാൻസിസ് അസീസി ചെയ്ത പ്രവൃത്തിയാണ്. ഫ്രാൻസിസ് അസീസി എന്താ? മാനുഷികമായ പരിഗണനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. മനുഷ്യൻ്റെ മഹത്വമാണ് ഉപവാസത്തിലൂടെ വളർത്തേണ്ടത്. ഫ്രാൻസിസ് അസീസി നേരെ നല്ല ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാ സഹോദരങ്ങളെയും വിളിച്ചു കൂട്ടി. കാരണം ഉറങ്ങുന്നവരെയും തട്ടി ഉണർത്തിയിട്ട്, വരൂ നമുക്ക് ചൂടുള്ള സൂപ്പ് കുടിക്കാം. എല്ലാവരെയും വിളിച്ചു. ഈ വിശന്ന് കരഞ്ഞ അവനെയും കൊണ്ട് എല്ലാവരുമായിട്ട് ഇരുന്ന് സൂപ്പ് കുടിക്കാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, വിശന്ന് കരഞ്ഞവന് സന്തോഷമായി. അവൻ ശാന്തമായിട്ട് പിന്നെ ഉറങ്ങി. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഉപവാസം എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങളിൽ സ്നേഹം ഊട്ടിയുറപ്പിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ഉപവാസം. ഫ്രാൻസിസ് അസീസി ഈ കരഞ്ഞവനെ അവനെ വിളിച്ച് മാത്രം സൂപ്പ് കൊടുത്തിരുന്നെങ്കിൽ മറ്റുള്ളവരെന്ത് ചെയ്യുമായിരുന്നു? അടുത്ത ദിവസം അവനെ നോക്കി കളിയാക്കും, കുറ്റപ്പെടുത്തും. ഉപവസിക്കാൻ കഴിയാത്തവൻ,
നീ എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തി ആ സമൂഹത്തിൽ നിന്ന് അവനെ അടിച്ചു പുറത്താക്കാൻ പറ്റുന്ന വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും കലർന്ന വാക്കുകൾ മറ്റ് സഹോദരങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് അസീസിയിലെ ഫ്രാൻസിസ് മുന്നിൽ കണ്ടു. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മഹത്വമാണ് ഏറ്റവും വലുത്. ഈശോ തന്നെ പറഞ്ഞില്ലേ, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല. നിയമങ്ങൾ, ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഒക്കെ ചെയ്യുന്നത് മനുഷ്യൻ ദൈവമഹത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ ആ രൂപത്തിലേക്ക് രൂപപ്പെടുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് എത്തിച്ചേരാതെ ഈ പ്രവർത്തനങ്ങളിൽ മാത്രം നിന്നാൽ അതൊരു അഭ്യാസമായിട്ട് മാറും. കാരണം ഇന്ന് അനേകർ ഉപവസിക്കുന്നുണ്ട് ശരീരം സ്ലിമ്മായി സൂക്ഷിക്കുവാൻ, ശരീരത്തിൻ്റെ ഊർജ്ജസ്വലത അതൊന്ന് നന്നായിട്ട് തിളങ്ങുവാൻ, നല്ല ഉറപ്പുള്ള ശരീരം ലഭിക്കുവാനൊക്കെ ഉപവസിക്കുന്നവരുണ്ട്. കൊളസ്ട്രോൾ കുറയുവാനായിട്ട് ശരീരത്തിലെ ആ ദുഷിച്ച ആ കൊളസ്ട്രോളുകളൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ക്രമപ്പെടുത്തി, ഡയറ്റ് ഒക്കെ ക്രമപ്പെടുത്തി ഉപവസിക്കുന്നവരുണ്ട്. അവരും ഉപവസിക്കുന്നവരുണ്ട്. ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം എന്താ? ശരീരം ഒന്ന് നന്നായിട്ട് മാറ്റണം. പക്ഷേ ഉപവാസത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ലക്ഷ്യം വയ്ക്കേണ്ടത് എന്താണ്? ആത്മാവിൻ്റെ രക്ഷയാണ്. ആത്മാവിന് രക്ഷ ലഭിക്കുവാൻ നീ ഉപവസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്ന സ്നേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. മുറിച്ചു മാറ്റിയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്ന ഒരനുഭവമായിരിക്കണം ഉപവാസം. നീ അതിനു വേണ്ടി ജീവിച്ചാൽ അനുഗ്രഹം കിട്ടും. അതല്ലാതെ ഞാൻ 50 ദിവസം 40 ദിവസം ഇറച്ചി മുട്ടയൊന്നും കൂട്ടിയില്ല എന്ന് വിമ്പടിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു വലിയ മഹത്വമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലയളവിൽ ഈ 50 ദിവസം ഈ 40 ദിവസം നീ എത്ര പേരുടെ കണ്ണുനീരൊപ്പിയിട്ടുണ്ട്? ഈ 50 ദിവസം നീ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, എത്ര ബന്ധങ്ങൾ നീ ഐക്യത്തിൽ കൊണ്ടുവരുവാൻ നീ പരിശ്രമിച്ചിട്ടുണ്ട്? നിൻ്റെ സംസാരവും നിൻ്റെ പ്രവൃത്തിയും കൊണ്ട് നിന്നിൽ നിന്ന് അകന്ന എത്ര സുഹൃത്തുക്കളെ തിരികെ പിടിക്കുവാൻ, ആ ബന്ധത്തിൽ കൊണ്ടുവരുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട്? ഇതാണ് ഉപവാസത്തിൽ നമ്മളോട് തന്നെ വിലയിരുത്തേണ്ടത്. അതിന് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഉപവാസങ്ങളെ മുന്നോട്ട് നയിച്ചാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പ്രകാശമായിട്ട് മാറും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറും. നമുക്ക് തന്നെ നിത്യജീവിതത്തിൽ അത് ഉപകരിക്കും എന്ന് തിരിച്ചറിയണം. എത്ര നാൾ, എത്ര ദിവസം ഉപവസിക്കുന്നു എന്നതല്ല, ഏതു മനോഭാവത്തോടെ എന്തിനു വേണ്ടി ഉപവസിച്ചു എന്നതാണ് ദൈവം നോക്കുന്നത്. അത് ഹൃദയപരിവർത്തനത്തിലൂടെ മാത്രമേ അതിന് എത്തിച്ചേരാനായിട്ട് പറ്റുകയുള്ളൂ. ബാഹ്യ അനുഷ്ഠാനം പോലെ എല്ലാവരും ഉപവസിക്കുന്നു, ഞാനും ഉപവസിക്കുന്നു എന്നുള്ള മനോഭാവത്തോടെ ഉപവസിച്ചാൽ ആ ഉപവാസം അനുഗ്രഹമാവുകയില്ല. എനിക്ക് ഈ ഉപവാസത്തിലൂടെ കുറച്ച് ശാരീരിക നന്മകൾ, നേട്ടങ്ങൾ കിട്ടും, ശാരീരികമായ സുഖങ്ങൾ എനിക്ക് കിട്ടും എന്നുള്ള മനോഭാവത്തോടെ ഉപവസിച്ചാൽ ആ ഉപവാസം അനുഗ്രഹമാവുകയില്ല. ഇത് സഭയുടെ ഒരു നിയമമായതുകൊണ്ട് ഈ ദിവസങ്ങൾ ഞാൻ ഉപവസിക്കും, എന്നാൽ അത് കഴിയുമ്പോൾ പഴയതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കും, തിന്നും കുടിക്കും, മദ്യപിക്കുമെന്ന് പറഞ്ഞാൽ അത് ഉപവാസമാവുകയില്ല. നമുക്ക് നല്ല ഉപവാസം നടത്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരും ഉപവാസത്തിൻ്റെ കാലയളവിലാണല്ലോ. നല്ലൊരു ഉപവാസം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഈ വചനചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, ബന്ധനങ്ങൾ, തകർച്ചകൾ എടുത്തു മാറ്റി സ്നേഹത്തിലാകുവാനായിട്ടാണല്ലോ ഞങ്ങളുടെ ഉപവാസങ്ങൾ ഞങ്ങളെ നയിക്കേണ്ടത്. സ്വന്തക്കാരിൽ നിന്ന് അകന്നു നിൽക്കാതെ പീഡിതരുടെ വേദനകൾ കുറയ്ക്കുവാൻ, മർദ്ദിതരുടെ പീഡനങ്ങളുടെ മുമ്പിൽ അവരെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ഉപവാസങ്ങൾ സഹായിക്കുവാൻ കർത്താവെ ഇടയാക്കണമേ. ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഉപവാസമാകാതെ ആന്തരിക വിശുദ്ധിയിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ ഈ ഉപവാസ ദിനങ്ങൾ ഞങ്ങളെ സഹായിക്കട്ടെ. ഉപവാസത്തെ അനുഗ്രഹമാക്കുവാൻ പരിശുദ്ധ അമ്മേ മാതാവേ, ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.